ഇതാണ് എൻ്റെ ഹോസ്പിറ്റൽ, ഗ്ലാങ് വില്ലേജ് ജനറൽ ഹോസ്പിറ്റൽ. സോ അപ്പോൾ ഇനി മുതൽ ഇതാണ് എൻ്റെ അംഗത്തട്ട്, ഇതാണ് എൻ്റെ ICU. നല്ല മഴയായിരുന്നു. ഒരു വിധത്തിനാണ് ഞാൻ ഇങ്ങനെ എത്തിയത്. ഓൾറെഡി ജാക്കറ്റും അതും ഇതും എല്ലാം വിട്ടാലും ഇവിടുത്തെ തണുപ്പോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. പിന്നെ ഞാൻ ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ചങ്ങ് തുടങ്ങി. സോ ഞാൻ ICUലേക്ക് പോയി. ഇന്നെനിക്ക് വൈകുന്നേരം വരെ 3:30 വരെ ഡ്യൂട്ടി ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ഇൻഡക്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തു അവർ. സോ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി. സോ ഞാൻ ആദ്യം ഇറങ്ങിയപ്പോൾ കരുതി ഓക്കെ മഴയല്ലല്ലോ, എന്താ വെയിലൊക്കെ ഉണ്ടല്ലോ, അതിനും തണുപ്പൊന്നും കാണത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ജാക്കറ്റൊന്നും ഇടാണ്ടാണ് പോയത്. പക്ഷെ നല്ല വെതറായിരുന്നു. ഈവൻ എന്താ സൂര്യൻ നമുക്ക് കാണാൻ പറ്റുമെങ്കിലും നല്ല തണുപ്പാ, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. പ്രത്യേകിച്ച് മേ ബി ഞാൻ ഇപ്പോൾ വന്നതുകൊണ്ടായിരിക്കാം, എനിക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കുമല്ലോ. പിന്നെ ഇതാ കാണുന്നതാണ് ഞാൻ താമസിക്കുന്ന വീട്. ഇത് ഹോസ്പിറ്റൽ അക്കോമഡേഷൻ ആണ്. 1 മന്തിലേക്ക് അവർ തന്നേക്കുവാണ്. ഹോസ്പിറ്റലിൽ നിന്ന് ഒരു 15 മിനിറ്റ് കഷ്ടിച്ച് നടക്കാനേ ഉള്ളൂ. സോ നല്ല ഹോസ്പിറ്റാലിറ്റി ആണ് കേട്ടോ. പക്ഷേ 1 മാസത്തേക്ക് കിട്ടത്തുള്ളൂ, അത് കഴിഞ്ഞ് നമ്മൾ മാറണം എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. സോ പിന്നെ ഇവിടെ എന്താ നമുക്ക് കോഡൊക്കെ ഉണ്ടടിച്ച് കയറാൻ വേണ്ടിയിട്ട് പലപ്പോഴും ഞാനത് മറക്കും. ഞാൻ മറന്നു നിന്നതാണ് ആ 2 സെക്കൻഡ് ഒരു പോസ്റ്റ് വന്നത്. പിന്നെ ഈ കഥക്ക് തുറന്നകത്ത് കയറുമ്പോൾ തന്നെ ഒരു സന്തോഷം, ഹായ് ഡ്യൂട്ടി കഴിഞ്ഞല്ലോ എന്നുള്ള ഒരു സന്തോഷം. പിന്നെ ഇവിടെ മൊത്തത്തിൽ 7 മുറിയാണ് ഉള്ളത്, അതിൽ 6ാമത്തെ മുറിയാണ് എൻ്റെത്. സോ ഇത് മാത്രമേ ഉള്ളൂ എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്. ഓരോ തവണ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ഈ കോഡ് അടിച്ച് നമുക്ക് കയറേണ്ടി വരും. എൻ്റെ റൂമിൽ ബാത്റൂം ഇല്ല. സോ ഓരോ ടൈം ഇറങ്ങുമ്പോഴും ഞാൻ ഈ കോഡ് അടിച്ച് കയറണം. ഇതാണ് എൻ്റെ മുറി. സോ ഇന്നിപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.